കഴിഞ്ഞ ദിവസം രാത്രി താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ സുരക്ഷാ ജീവനക്കാർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധം ശക്തം. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി പ്രതിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ആശുപത്രി പരിസരത്ത് പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടന്നു. ആശുപത്രി ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുക എന്ന മുദ്രാവാക്യം ഉന്നയിച്ചാണ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ജീവനക്കാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി ആശുപത്രിയിലെ 2 വനിതാ സുരക്ഷാ ജീവനക്കാർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ആശുപത്രി പരിസരത്ത് നടന്ന പ്രതിഷേധ സംഗമം KGMOA യൂണിറ്റ് സെക്രട്ടറി ഡോക്ടർ കിരൺ ഉദ്ഘാടനം ചെയ്തു. 2023 ചെയ്ത ആക്ട് പ്രകാരം ഇത്തരമൊരു അറ്റാക്ക്, ഒരു അസോൾട്ട് ഓൺ എ ഹെൽത്ത് സർവീസ് പേഴ്സണൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു 3 വർഷം വരെ തടവും 50,000 രൂപ പിഴയും ഉണ്ടാകുന്ന ശിക്ഷയാണ്. ഇന്നലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ ഈ സംഭവം ഉണ്ടായപ്പോൾ പലവട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയും പോലീസിൻ്റെ തനതായ ഒരു ഡിലേ ഉണ്ടായിട്ടുണ്ട് ഈ കാര്യത്തിൽ. വളരെ വൈകിട്ടാണ് അവരെത്തിയത്. എന്നിട്ടും പഴയ സ്റ്റാൻഡിൽ ബൈസ്റ്റാൻഡറെ പിടിച്ചിട്ടുണ്ട്, അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പോലീസിന് നന്ദി പറയുന്നു. ഇത്തരം സംഭവങ്ങൾ ഭാവിയിൽ ഉണ്ടാകാതിരിക്കാൻ ഇത്തരം പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. സംഭവത്തിൽ അരീക്കോട് വടക്കുമുറി കോഴിശ്ശേരി സ്വദേശി ഷബീറിനെ താമരശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിൽ വെച്ച് പിടികൂടിയിരുന്നു. ആക്രമണം നടന്നയുടൻ ആശുപത്രിയിൽ നിന്നും 50 മീറ്റർ മാത്രം അകലെയുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചെങ്കിലും പോലീസ് ഏറെ വൈകിയാണ് എത്തിച്ചേർന്നതെന്ന് ജീവനക്കാർ ആരോപിച്ചു. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി പ്രതിയെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ജീവനക്കാരുടെ ആവശ്യം. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഫെന്നി, ഡോക്ടർ ഫിറോസ, നഴ്സിംഗ് സൂപ്രണ്ട് സോളി ജോസഫ്, PRO സൗമ്യ തുടങ്ങിയവരും പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് മാസ്റ്റർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A അരവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, താമരശ്ശേരി.